ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ രേവതിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ കൂട്ടുകാരത്തിയോട് പറയാണ്, അവൾക്കൊക്കെ ഞാൻ പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താണ് ചന്ദ്രയുടെ മനസ്സിരിപ്പെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാവും ഹേമേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര മനസ്സിൽ ഭയങ്കര ഗൂഢാലോചനകൾ നടത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇറങ്ങി ഫോൺ നോക്കിയിട്ട് വന്നിങ്ങനെ ഹാളിലിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് രേവതിയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ചന്ദ്ര അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എന്താ നീ അരിയുന്നത്? വെണ്ടയ്ക്ക. എന്താ വേണോ? അമ്മയ്ക്ക് എന്താ വെണ്ടയ്ക്ക വേണോ? നീ എന്തെന്നെ പരിഹസിക്കുകയാണോ? അത് ശരി, എന്താ അരിയുന്നതെന്ന് ചോദിച്ചു. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു. അതിപ്പോൾ പരിഹസിക്കലാവോ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, അതെ, നീ കൂടുതൽ കിടന്നിടന്ന് പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, കറണ്ടില്ലാത്ത കാര്യം നിനക്കറിയാലോ. അപ്പോൾ ബാത്റൂമിലൊന്നും ചൂടുവെള്ളം കിട്ടില്ല. എല്ലാവർക്കും വേണ്ടിയുള്ള ചൂടുവെള്ളം ഉണ്ടാക്കണം. വർഷക്ക് നേരത്തെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടതാ. അതുകൊണ്ട് വർഷക്ക് വേണ്ടിയുള്ള ചൂടുവെള്ളം റെഡിയാക്ക്. ഇത് കേട്ട നമ്മുടെ രേവതിക്ക് അതുകൊണ്ട് തീരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ രേവതി പറയാണ്, അമ്മേ ദേ, എല്ലാവർക്കും കറക്റ്റ് സമയത്ത് എല്ലായിടത്തും പോകണ്ടേ? അതിനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കുന്നത്? എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ വർഷക്ക് വേണ്ടി നീ ചൂടുവെള്ളം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ. നീ എന്നോട് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കി പോയി ചൂടുവെള്ളം, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുക. ചന്ദ്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ തള്ളയെ കൊണ്ട് തോറ്റല്ലോ, എന്തായാലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ രേവതി ചൂടുവെള്ളം വെക്കുക. ചൂടുവെള്ളം ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചൂടുവെള്ളം റെഡിയാക്കിയിട്ട് നമ്മുടെ രേവതി നേരെ ഹാളിലേക്ക് വരിക. അപ്പോഴാണ് വർഷ ഇറങ്ങി വരുന്നത്. അപ്പോൾ വർഷയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതി ആണെങ്കിൽ, വർഷ നിനക്ക് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ദേ ഇന്നാ ചൂടുവെള്ളം, പോയി കുളിച്ചിട്ട് വാ, സൂക്ഷിച്ച് എടുത്തുകൊണ്ട് പോണേ. ശരി ചേച്ചി, താങ്ക്സ് ചേച്ചി. ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലമുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല വർഷയെ, നീ എടുത്തിട്ട് പോയിക്കോ. അങ്ങനെ നമ്മുടെ വർഷ ആ ചൂടുവെള്ളം എടുത്ത് പൊക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു ചന്ദ്ര. അപ്പം ചന്ദ്ര പറയണ, മോളെ വർഷേ, എന്താ മോളെ നീ കാണിക്കുന്നത്? നിനക്ക് ഇതൊക്കെ എടുത്ത് വലിയ ശീലമുണ്ടോ? ഇല്ലല്ലോ. രേവതി, എന്താ രേവതി, വർഷയ്ക്ക് ഇതിനൊന്നും ശീലമില്ല. അതുകൊണ്ടേ ബാത്റൂമിൽ കൊണ്ടുപോയി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക്. ഇതെല്ലാം കേട്ടിരിക്കുന്ന സച്ചിക്ക് കലി വരുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് സച്ചി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ പിന്നീടൊന്നും സംസാരിക്കാതെ ആ ചൂടുവെള്ളം വർഷയുടെ ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. രേവതിയോട് ഭയങ്കര ഇഷ്ടവും തോന്നുകയാണ്. അപ്പോൾ രേവതിയെ വിളിച്ചിട്ട്, ചേച്ചി സോറി ഏട്ടാ ചേച്ചി. എന്ത് സോറി എന്ന്? അല്ല, ഇതൊന്നും ചെയ്തെനിക്ക് ശീലമില്ലാത്തത് അതുകൊണ്ടാണ് ചേച്ചിയെ ഞാൻ ബുദ്ധിമുട്ടിച്ചത്. ചേച്ചിക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായല്ലേ? അതൊന്നും കുഴപ്പമില്ല വർഷേ, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ടല്ലേ. ദേ കുളിച്ചിട്ട് പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് പോകാൻ നോക്ക് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകുക. അപ്പോൾ രേവതി ഈ ചൂടുപാത്രവും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ്, സച്ചിയേട്ടാ, സച്ചിയേണ്ടും പോകണ്ടേ? ചൂടുവെള്ളം വെച്ച് തരട്ടെ? എനിക്ക് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ അറിയാം, നീ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് കയറി ചെന്ന് വേറൊരു പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം വെക്കുക. വെള്ളം വെച്ചപ്പോൾ ദേ വരുന്നു ചന്ദ്ര വീണ്ടും പറയാണ്, അതെ രേവതി, പിന്നെ ശ്രുതിക്ക് കുളിക്കാൻ വേണ്ടി നീ വെള്ളം വെക്ക്. അമ്മേ, ഞാനിപ്പോൾ അച്ഛന് വേണ്ടി വെള്ളം വെച്ചിരിക്കുകയാണ്. അച്ഛനിപ്പോൾ വരില്ലേ? അച്ഛൻ കുളിക്കട്ടെ. അദ്ദേഹം എന്തിനിപ്പോൾ കുളിക്കുന്നത്? എന്താ അമ്മേ, അച്ഛൻ നടത്തൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് വേർത്തൊക്കെ ഒലിച്ച് വരികയല്ലേ. അപ്പം അച്ഛന് വേണ്ട ചൂടുവെള്ളം ആദ്യം വെച്ച് കൊടുക്കാനായിട്ട്. അച്ഛൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ശ്രുതിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. അവൾക്ക് നേരത്തെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണ്ടേ? നീ ശ്രുതിക്ക് വെച്ചാൽ മതി. അങ്ങേരെ പോയിട്ട് എന്തെടുക്കാനാ? ഈ വീട്ടിൽ തന്നെ കുത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, ശ്രുതിക്ക് വെള്ളം വയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ ഹാളിലേക്ക് പോകുക. അപ്പോൾ ഹാളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു എക്സസൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശ്രുതി ഒരു ഭാരമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇന്ന് നല്ല മൂടാ, നല്ലോണം ഇരുന്ന് എക്സസൈസൊക്കെ ചെയ്യണം. അപ്പോൾ ചന്ദ്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ ഞാൻ എക്സസൈസ് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണേ. അതെ, കറണ്ട് ഇല്ലല്ലോ, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അമ്മ അതൊന്ന് റെഡിയാക്കി വെച്ചേരേ. നിനക്കും വേണോ ചൂടുവെള്ളം ശ്രുതി? എനിക്ക് ചൂടുവെള്ളം വേണം. രേവതി, ശ്രുതിക്കും കൂടി ചൂടുവെള്ളം വേണേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി അങ്ങോട്ട് വരികയാണ്. അമ്മേ, ഞാനെന്തിനാ അമ്മേ ഇദ്ദേഹത്തിന് ചൂടുവെള്ളം വെക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ എന്നോട് തർക്കുത്തരം പറയുകയാണോ? ഇവനും ചൂടുവെള്ളം വെച്ചേ മതിയാവുള്ളൂ. ദേ ശ്രുതി എക്സസൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്.
അവനൊരു 1 മണിക്കൂറോ അരമണിക്കൂറോ ഒന്നും ചെയ്യൂല. കൂടി വന്നൊരു 5-10 മിനിറ്റ് അത്രേ അവൻ എക്സസൈസ് ചെയ്യുള്ളൂ. അവൻ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നീ പെട്ടെന്ന് ചൂടുവെള്ളം റെഡിയാക്കിയിരിക്കണം. അമ്മ ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്ന്. ഞാൻ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന് അമ്മക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. പിന്നെന്തിനാ എന്നോട് പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറ ഇതൊക്കെ ചെയ്യാനായിട്ട്. ആഹാ കൊള്ളാലോ, നീ എന്നോട് തർക്കുത്തരം പറയണോ രേവതി? വേണ്ട, എന്നോട് തർക്കുത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലേ ഒരു കാര്യം ചെയ്യ്, ഇപ്പം അവിടെ ചൂടുവെള്ളം ഇരിക്കുന്നുണ്ടല്ലോ, ആ വെള്ളം നീ ഏതായാലും ശ്രുതിയുടെ ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ശ്രുതിക്ക് വേറെ വെള്ളം നീ വെച്ച് കൊടുത്താൽ മതി. അമ്മ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ചാടി അവിടെ എണീറ്റ് വരികയാണ്. എന്നിട്ട് നിങ്ങളോടല്ലേ അവൾ പറഞ്ഞത് ഇവർക്ക് വേണ്ടി അവളൊന്നും ചെയ്യില്ല എന്ന്? പിന്നെന്തിനാ നിങ്ങൾ രേവതിയോട് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവനൊരു ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യയോട് ചെയ്യാനായിട്ട് പറയാൻ പാടില്ലേ? എടാ സോഡാക്കുപ്പി, നിന്റെ ഭാര്യ എവിടെയാടാ? അത് പിന്നെ അവള് മുകളിൽ യോഗ ചെയ്തുകൊണ്ടിരിക്കുക. ആഹാ കൊള്ളാം, അതിനൊക്കെ സമയമുണ്ടല്ലേ? ഒരു ചൂടുവെള്ളം ചൂടാക്കാനായിട്ടുള്ള സമയമില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, അതെന്തിനാ അവരോട് പറയുന്നത്? ഇവളിവിടെ ഉണ്ടല്ലോ, ഇവൾക്ക് ചെയ്തു കൊടുത്തൂടെ? ആഹാ, നമുക്ക് വേറെ മരുമക്കളുണ്ടല്ലോ, അവരോട് പറയാനായിട്ട് പാടില്ലേ? അവരൊക്കെ ജോലിക്ക് പോകുന്നവരാ. രേവതി ഇവിടെ എന്താ ചെയ്യുന്നത്? രേവതി ഇവിടെ വെറുതെ കുത്തിരിക്കുകയല്ലേ? ആഹാ, അങ്ങനെ രേവതിയെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കൂലെന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അപ്പോഴേക്ക് രേവതിയാണെങ്കിൽ സച്ചിയേട്ടാ ചുമ്മാ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ട സച്ചിയേട്ടാ, വിട്ടേര് സച്ചിയേട്ടാ, അങ്ങനെ വിടാനായിട്ട് പറ്റില്ലല്ലോ രേവതി, നീ ചെയ്യരുത്. ഇവർക്ക് വേണ്ടി ഓരോ കാര്യം ചെയ്ത് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൽപ്പിക്കുന്നു. എല്ലാത്തിൻ്റെ പിന്നാലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? അവള് അങ്ങനെ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരാളല്ല. പിന്നെ നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഭാര്യയെ കെട്ടിലമ്മയായിട്ട് ചമഞ്ഞിരുത്താന്നോ? അവള് ഇവിടെ ഒരു കെട്ടിലമ്മയായിട്ട് ചമഞ്ഞിരിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടിയുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ സോഡ ഉപ്പിക്ക് വേണ്ടി ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ വെള്ളം ഉണ്ടാക്കി കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അത്ര വലിയ താല്പര്യമാണെങ്കിലേ നിങ്ങൾ തന്നെ അങ്ങോട്ട് വെയ്ക്ക്. ദേ എടാ, ഞാൻ പറഞ്ഞത് എടാ, ഇവിടെ ഉള്ളത് രേവതിയുടെ അനിയനും അനിയത്തിമാരൊക്കെ അല്ലേ, അങ്ങനെ ഉദ്ദേശിച്ചല്ലേ ഞാൻ പറഞ്ഞത്. ആണോ? ഇവളുടെ യഥാർത്ഥ അനിയത്തിയും അമ്മയും ഒക്കെ ഇവൾക്കും വേണ്ടി ഉപകാരങ്ങളെല്ലാം ചെയ്യും. നിങ്ങൾ രേവതിക്ക് വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കോ? എന്നാൽ കൊടുക്ക്. എടാ നീ എന്താ പറയുന്നത്? ഇവൾക്ക് വേണ്ടി ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാനോ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. എന്താ പറ്റൂലല്ലേ? അതേപോലെ തന്നെയാ, രേവതി ഏതായാലും ഇവർക്ക് വേണ്ടി വെള്ളം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോകുന്നില്ല. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ വേണ്ട വേണ്ട, എനിക്കിനി ചൂടുവെള്ളം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളായേ എന്നും പറഞ്ഞുകൊണ്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നേരെ പോകുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ കലിയും വരുന്നുണ്ട്. അപ്പോൾ രേവതി ആണെങ്കിൽ എന്തിനാണ് അങ്ങനെയൊക്കെ പറയാനായിട്ട് പോയത്? അതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു സച്ചിയേട്ടാ, നീ ഒന്നും മിണ്ടാതിരിക്കും രേവതി. നീ എന്തിനാ അവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാനേതായാലും മോളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ മോളിലെ റൂമിലേക്ക് കയറി പോകുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കൊരു സൂത്രം തോന്നി. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. രേവതി ഓടി ചെല്ലുകയാണ്. എന്താ സച്ചിയേട്ടാ വിളിച്ചത്? എന്തെങ്കിലും ആലോചിക്കുകയാണോ? ഞാനൊന്നും ആലോചിച്ചില്ല. എനിക്ക് ഉടുക്കാനുള്ള ഡ്രസ്സ് മുഴുവനും നീ ഒന്ന് എടുത്ത് വെക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെച്ചേക്കാം. അങ്ങനെ രേവതി ഡ്രസ്സ് എടുക്കുന്ന ആ സമയം കൊണ്ട് നമ്മുടെ സച്ചി നേരെ താഴത്തേക്ക് ഇറങ്ങി ഓടി അടുക്കളയിലേക്ക് ചെന്ന് അവിടെ തിളച്ചിരിക്കുന്ന ആ വെള്ളം എടുത്ത് ശ്രുതിക്കിട്ടൊരു പണി കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശ്രുതിയുടെ റൂമിലേക്ക് കയറി ചെന്ന് ആ ബാത്റൂമിൽ പച്ചവെള്ളം കുറച്ച് കളഞ്ഞിട്ട് അതിലേക്ക് ഈ തിളച്ച വെള്ളം അങ്ങോട്ട് കോരി ഒഴിക്കുകയാണ്. എടാ, നിൻ്റെ ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള പൂതി ഞാൻ ഇപ്പം തന്നെ മാറ്റിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഒന്നും അറിയാത്ത രീതിയിൽ ആ പാത്രം വീണ്ടും എടുത്തുകൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ചിട്ട് ഹാളിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കണം എന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ ദാ വരുന്നു നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ നേരെ ഹാളിലേക്ക് കയറി വരിക. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു ശ്രുതി അപ്പോൾ ചോദിക്കുകയാണ് ശ്രുതിയോട്, ആഹാ ശ്രുതി എവിടെ പോയിരുന്നു? ഞാനൊന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോയതാ. അല്ല, ഞാൻ യോഗ ചെയ്യുന്നത് കണ്ടല്ലേ, എന്നിട്ട് എന്താ യോഗ ചെയ്യാനായിട്ട് അങ്ങോട്ട് കയറി വരാതിരുന്നത്? അല്ല, ഞാൻ പുറത്തു പോയി എക്സസൈസ് ചെയ്ത്, അതാണ് ഇന്ന് കുറച്ച് വൈബായിട്ട് തോന്നിയത്, അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. ഞാൻ ഏതായാലും പോയി ഒന്ന് കുളിച്ചിട്ട് വരാട്ടോ ശ്രുതി. അയ്യോ, ഞാൻ കുളിക്കാൻ പോവുകയാണ്. നിനക്കുള്ള വെള്ളം ചൂടാവുന്നതേ ഉള്ളൂ, ഞാൻ ഇന്ന് പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എങ്കിൽ പിന്നെ ശരി, കുളിച്ചിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ നേരെ മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ നമ്മുടെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാണ്, മോളെ നീ വന്നോ? നിനക്ക് കോഫി എടുക്കട്ടെ? ആൻറ്റി കോഫി എടുത്തോ ആൻറ്റി. രേവതി ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ?
അതെ ശ്രുതിക്ക് കുടിക്കാനുള്ള കോഫി ഇങ്ങ് എടുക്ക്. അപ്പോൾ ശരി അമ്മേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ രേവതി എനിക്കേ കോഫിക്കകത്ത് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സച്ചിയാണെങ്കിൽ ഇഞ്ചിയല്ല നിങ്ങളുടെ ചായ കോഫിയിൽ കാന്താരി മുളക് അരച്ചു തരേണ്ടത്. എന്നെക്കൊണ്ട് ഇത് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ ഇട്ട് കുടിച്ചൂടെ അങ്ങോട്ട് എന്നിങ്ങനെ പറയേണ്ട ആ സമയത്ത് ദേ ശ്രുതിയുടെ കരച്ചിലേക്കിടെ എൻ്റെ അമ്മോ എനിക്ക് വയ്യായി, അയ്യോ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. അപ്പോൾ ശ്രുതിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി പേടിച്ചു പോയി. ദൈവം ഇവർക്ക് എന്താ പറ്റിയതെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ മുകളിൽ കയറി പോവുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ അയ്യോ സച്ചിയേട്ടാ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? ഒന്നുമില്ല, എനിക്കറിയില്ല. അപ്പോൾ ഒരു പരുങ്ങലും തപ്പലും ഒക്കെ സച്ചിയുടെ ഭാഗത്ത് നമ്മുടെ രേവതി കാണുകയാണ്. അപ്പോൾ രേവതിക്ക് എന്തൊക്കെയോ മനസ്സിലായി, എന്തോ ആരോപിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നേരെ സുധിയുടെ അടുത്തേക്ക് ചെന്ന് ഇവർ ചോദിക്കുകയാണ് എന്ത് പറ്റിയടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മേ എനിക്കിട്ട് പാര വെച്ച് തന്നെയാണ് ആ ബാത്റൂമിൽ എങ്ങനെയാണ് ചൂടുവെള്ളം വന്നത്? ഞാൻ പച്ചവെള്ളമെന്ന് വിചാരിച്ച് മേത്തോട്ട് കോരി ഒഴിച്ചത് തിളച്ച വെള്ളമായിരുന്നു അമ്മ. എൻ്റെ ദേഹം മുഴുവനും പൊള്ളി. അയ്യോ എൻ്റെ ദൈവം എനിക്ക് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, എൻ്റെ ദേഹം ആകെ പൊള്ളിപ്പോയല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി കാറിലോ. അപ്പോൾ ചന്ദ്ര പറയാണ് ഇതാരാണ് ചെയ്തതെന്ന് എനിക്കറിയാൻ നന്നായിട്ട്. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അയ്യോ അമ്മേ വിടമ്മേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ സുധി എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ വിളിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. രേവതി നീ ഇത്രക്കും ദുഷ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മേ എന്താ അമ്മേ, നീ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കൂലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നീ എന്തിനാണ് ഇവന് പാര വെച്ചത്? ആ ബാത്റൂമിൽ കൊണ്ടേ നീ എന്തിനാ തിളച്ച വെള്ളം കോരി ഒഴിച്ചത്? അയ്യോ അമ്മേ അത് ഞാനൊന്നുമല്ല. ഇത് കേട്ട നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയെ കുറ്റപ്പെടുത്തണ്ട, ബാത്റൂമിൽ കൊണ്ടേ തിളച്ച വെള്ളം ഒഴിച്ചത് ഞാൻ തന്നെയാണ്. എടാ ദുഷ്ടാ, നീ എൻ്റെ മോനെ പൊള്ളിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? പൊള്ളിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ രേവതിയെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ആലോചിക്കണം ഇവൻ ഇങ്ങനെയൊക്കെ ഒരു പണി കിട്ടുമെന്ന്. എടാ എന്നാലും ഇത്രയ്ക്കും ദുഷ്ടത്തരം ചെയ്യണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ദുഷ്ടത്തരമൊന്നും ചെയ്തൊന്നുമില്ല. പിന്നെ ആ വെള്ളത്തിലെ ആ ബക്കറ്റിൽ കുറച്ച് തണുത്ത വെള്ളം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെയാണ് ചൂടുവെള്ളം ഒഴിച്ചത്. ഇതെല്ലാം എൻ്റെ വേറെ അഭിനയമാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ എടാ എൻ്റെ അഭിനയോ, എൻ്റെ ദേഹം മുഴുവൻ ആസകലം പൊള്ളിപ്പോയിരിക്കുകയാണ്. പിന്നെ പൊള്ളൽ. പിന്നെ രേവതിയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി രേവതിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആരെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി തന്നെയായിരിക്കും എല്ലാത്തിനും കിട്ടാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ ജോലിക്കാരി അല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അവനവന് വേണ്ടത് അവനവനെടുത്ത് ചെയ്തോളണം, അല്ലാതെ രേവതിയോടല്ല പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ട ഒന്നും മിണ്ടാതിരിക്കുക സച്ചിയേട്ട എന്ന് രേവതിയും സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ് രേവതി നീ കൂടുതലൊന്നും പറയണ്ട, നീ ഇവന് കൂടോത്രം ചെയ്ത് കൊടുത്തിരിക്കുകയല്ലേ, ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവനെ ചെയ്യിപ്പിക്കുന്നത് നീയല്ലേ. അയ്യമ്മ ഞാനൊന്നുമല്ല. വേണ്ട, ഇനിയും രേവതിയുടെ മേലെ ചാടിക്കയറി സംസാരിക്കണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം കിട്ടും, പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ രേവതിയും ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. നമ്മുടെ സുധിയാണെങ്കിൽ അയ്യോ അമ്മേ വയ്യമ്മേ എനിക്കിരിക്കാൻ പോലും പറ്റുന്നില്ലമ്മേ, എല്ലായിടവും പൊള്ളിയമ്മേ. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ശ്രുതി നീ അവനെ കൊണ്ടുപോയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കുക, അവൻ്റെ ദേഹം ഒന്ന് തണുക്കട്ടെ. ചന്ദ്രയ്ക്ക് അത് ഭയങ്കരമായിട്ട് സങ്കടമായി. അപ്പോൾ നമ്മുടെ രവി വരിക. അപ്പോൾ രവിയാണെങ്കിലോ എൻ്റെ ദൈവമേ ഷുഗറും പ്രഷറൊക്കെ നന്നായിട്ട് കൂടുതലാണെന്ന് തോന്നുന്നത്. ചന്ദ്രേ എങ്ങനെ കൂടാതിരിക്കും, നിങ്ങളുടെ ഇളയ പുത്രനുണ്ടല്ലോ സച്ചി, അവനുള്ളിടത്തോളം കാലം ഇതൊക്കെ കൂടും. അപ്പോൾ ഇത് കേട്ട് വന്ന സച്ചിയാണെങ്കിൽ ഞാനെന്താ പഞ്ചസാരയാണോ എല്ലാവർക്കും ഷുഗർ കൂട്ടാനായിട്ട്? നീ കൂടുതൽ സംസാരിക്കണ്ട. ഇവനിന്ന് എന്താ ചെയ്തതെന്ന് അറിയാവോ രവിയേട്ടാ? ദേ സുധിയുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം കോരി ഒഴിച്ചു. എടാ സച്ചി, എന്താണ് സച്ചി കേൾക്കുന്നത്? നീ അങ്ങനെയൊക്കെ ചെയ്തോ? ഞാൻ ആരുടെ ദേഹത്തൊന്നും ചൂടുവെള്ളം കോരി ഒഴിച്ചില്ല. പിന്നെ ബാത്റൂമിലുണ്ടായ ചൂടുവെള്ളം അത് സുധി തന്നെയാണ് ദേഹത്തോട് കോരി ഒഴിച്ചത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒന്ന് ചോദിച്ചു നോക്ക് രവിയേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അച്ഛൻ അറിയാലോ അച്ഛാ, രേവതിയെ കൊണ്ട് ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുക. അവള് വെള്ളം ചൂടാക്കി കൊടുക്കുന്നു, ബാത്റൂമിൽ കൊണ്ട് ഒഴിക്കുന്നു. അപ്പം എനിക്ക് കലി വന്നു. അപ്പം ഞാൻ ചൂടുവെള്ളം കൊണ്ടേ ബാത്റൂമിലേക്ക് ഒഴിച്ചു. അത് അവന് ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ എന്ന് നോക്കിയിട്ട് ഒഴിക്കാൻ പാടില്ലേ? അവൻ ആ വെള്ളം കൊണ്ട് മേത്തോട്ട് ഒഴിച്ചു. അപ്പോൾ അവൻ്റെ ദേഹം പൊള്ളി. അത്ര വലിയ പൊള്ളലൊന്നുമില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയാണെങ്കിൽ എന്നാലും നീ ചെയ്തത് വല്ലാത്തൊരു ഇതായിപ്പോയില്ല സച്ചി, നീ എന്തിനാ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്? പക്ഷേ അച്ഛാ രേവതി എത്ര മാത്രം ഇവിടെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ദേ ഇവരാണെങ്കിൽ രേവതിയെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അച്ഛാ, അതുകൊണ്ടാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രവിയാണെങ്കിലേ ചന്ദ്രേ
അവൻ പറഞ്ഞ സത്യം തന്നെയാ. നീ എന്തിനാ രേവതിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ മല്ല് പണിയെടുപ്പിക്കുന്നത്? അതിൻ്റെ കാര്യമല്ലോ ഉണ്ടോ എന്ന് വിചാരിച്ച് ഇവൻ ഇത്ര ദ്രോഹങ്ങളാണ് ചെയ്യുന്നത്. ആച്ചാ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ ഏതായാലും ഓട്ടത്തിന് പോവുകയാണ്. എനിക്കൊരു ഓട്ടം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ നിന്നേ. അപ്പം നമ്മുടെ ചന്ദ്ര വിചാരിച്ചത് സച്ചിക്കിട്ട് ഇപ്പം തന്നെ പണി കിട്ടുമെന്ന്. പക്ഷേ അവിടെ വേറൊന്നാണ് നടന്നത്. അപ്പോൾ നമ്മുടെ രവി പറയാണ്, സച്ചി നീ വല്ലതും കഴിച്ചായിരുന്നോ? ആ, ഞാൻ കഴിച്ചു വെച്ചാ. എങ്കിൽ പിന്നെ മോൻ പോയിട്ട് വാ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി സച്ചിയെ സന്തോഷത്തോടെ പറഞ്ഞു വിടുകയാണ്. ഇത് കണ്ട ചന്ദ്രയ്ക്ക് ആകെ കാലി മൂത്ത് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അവളെ ഞാൻ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അങ്ങനെ രവി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയുക, ഇത് കണ്ടില്ലേ, ഇവിടെ എന്തോരം പ്രശ്നങ്ങൾ, എല്ലാത്തിനും കാരണം ഈ സച്ചിയും രേവതി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാ. എന്താ നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നതേ, ഇപ്പോൾ 3 മരുമക്കളോട് സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ രേവതിയെയും സച്ചിയെയും വേറൊരു വീടെടുത്ത് മാറാനായിട്ട് അവരോടൊന്ന് പറ രവിയേട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.